ഗുഡ് മോർണിംഗ് എവറി വൺ. ഇന്ന് നമുക്കൊരു മോർണിംഗ് റൂട്ടീൻ കണ്ടാലോ. രാവിലത്തേക്ക് ആവശ്യമായിട്ടുള്ള മുട്ടയും പാലും പിന്നെ ഗ്രൈൻഡർ പൗഡറും കൂടിയാണ് ചെറുവിൽ കടയിൽ പോയി വാങ്ങിക്കൊണ്ട് വന്ന് എൻ്റെ പ്രഹസനമാണ് കാണുന്നത്. ഇന്ന് രാവിലെ നമ്മൾ ഉണ്ടാക്കിയത് പുട്ടാണ്. സ്റ്റീം മെയ്ഡ് പൊടി കൊണ്ടുള്ള ഒരു പുട്ടാണ്. യൂഷ്വലി ഞാൻ വീട്ടിൽ നിന്ന് നോർമൽ പുട്ടുപൊടി കൊണ്ടുവന്നിട്ടാണ് പുട്ട് ഉണ്ടാക്കുന്നത്. പക്ഷെ അത് തീർന്നു പോയതുകൊണ്ടാണ് ഇത് ഉണ്ടാക്കിയത്. പുട്ട് ഉണ്ടാക്കി കഴിഞ്ഞപ്പോഴേക്കും എൻ്റെ കുക്കറിൻ്റെ അവസ്ഥ ഇതായി, വെള്ളം തീർന്നു പോയതാണ്. പിന്നെ നമ്മളിന്ന് ഉച്ചക്കത്തേന് ഉണ്ടാക്കുന്നത് സാമ്പാറാണ്. സാമ്പാർ ഞാൻ പഠിച്ചു വരുന്നതേ ഉള്ളൂ എങ്ങനെയാണ് കറക്റ്റായിട്ട് ഉണ്ടാക്കാന്നുള്ളത്. പക്ഷേ ഈ സാമ്പാറിൽ നമുക്ക് യൂഷ്വലി ഉപയോഗിക്കുന്ന എല്ലാ വെജിറ്റബിൾസൊന്നും ഇല്ല, എസ്പെഷ്യലി തക്കാളി അങ്ങനെയൊന്നും ഇല്ല. വീട്ടിൽ എന്താണോ അവൈലബിൾ ആയിട്ടുള്ളത് അത് വെച്ചിട്ടാണ് സാമ്പാർ ഉണ്ടാക്കിയത്. അപ്പോൾ സാമ്പാർ ഉച്ചക്കത്തേന്, അതിൻ്റെ കൂടെ മുട്ട പൊരിച്ചതുമാണ് ഇന്നത്തേന് നമ്മൾ റെഡിയാക്കിയത്. പിന്നെ പുട്ടിൻ്റെ ഒപ്പം കഴിക്കാനായിട്ടുള്ള കടലക്കറിയാണ് പിന്നെ നമ്മൾ ഉണ്ടാക്കുന്നത്. സാധാരണ കടലക്കറി പുട്ടിനൊപ്പം ഉണ്ടാക്കുന്ന സമയത്ത് തേങ്ങാപ്പാലും കൂടി ഒഴിച്ചിട്ടാണ് ഉണ്ടാക്കുന്നത്. പക്ഷേ ഇന്ന് തേങ്ങ ഉണ്ടാവാഞ്ഞത് കൊണ്ടും പിന്നെ തേങ്ങാപ്പാൽ ഉണ്ടാക്കാനുള്ള സമയമില്ലാഞ്ഞത് കൊണ്ടും ഞാൻ പുട്ടിന് എടുത്ത തേങ്ങയുടെ കുറച്ചെടുത്തിട്ട് അതിൻ്റെ ഉള്ളിലേക്ക് കുറച്ച് കടലയും കൂടി ഇട്ടിട്ട് ഒന്ന് അതൊരു പേസ്റ്റ് രൂപത്തിലാക്കിയിട്ട് അതാണ് ഞാൻ ആഡ് ചെയ്ത് കൊടുത്തത്. ഇതെനിക്കൊരു യൂട്യൂബ് വീഡിയോ കിട്ടിയൊരു റെസിപ്പി ആട്ടോ. പിന്നെ അതിനുശേഷം രാവിലത്തേക്കുള്ള ചായയൊക്കെ വെച്ചിട്ട് കിച്ചണൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തിട്ട് ലഞ്ച് പാക്ക് ചെയ്തു. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ സാമ്പാറും മുട്ട പൊരിച്ചതായിരുന്നു ഇന്നത്തെ ലഞ്ച് ബോക്സിലേക്ക് ഉണ്ടായിരുന്നത്. അപ്പോൾ ഇതാണ് ഞങ്ങളുടെ ബ്രേക്ക്ഫാസ്റ്റ്. അപ്പോൾ ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചിട്ട് ഓഫീസിൽ പോട്ടെ. ബൈ.